മലയാള സിനിമയിലെ മുൻനിര നടിമാരിൽ ഒരാളായ രജീഷ വിജയൻ തന്റെ കരിയറിലെ പുതിയ പരീക്ഷണങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ഉയർന്ന വിവാദങ്ങളെക്കുറിച്ചും നടത്തിയ തുറന്നു പറച്ചിലുകൾ വലിയ ചർച്ചയാവുകയാണ്. കൃഷാന്ത് സംവിധാനം ചെയ്യുന്ന മസ്തിഷ്ക മരണം എന്ന ചിത്രത്തിലെ രജീഷയുടെ ഒരു ഡാൻസ് നമ്പർ പുറത്തു വന്നതോടെയാണ് ട്രോളുകളും വിമർശനങ്ങളും ആരംഭിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് താൻ ഒരിക്കലും സിനിമയിൽ ഐറ്റം ഡാൻസ് ചെയ്യില്ലെന്ന് പറഞ്ഞിരുന്ന രജീഷയുടെ പഴയ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് പലരും രംഗത്തെത്തിയത്. എന്നാൽ മാറുന്ന കാലഘട്ടത്തിനൊപ്പം തന്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും എങ്ങനെ പരിണമിക്കുന്നു എന്ന് വളരെ വ്യക്തതയും പക്വതയോടെയും രജീഷ വിശദീകരിക്കുന്നു. മലയാള സിനിമയിൽ സ്വാഭാവിക അഭിനയം കൊണ്ട് ശ്രദ്ധേയായ നടിയാണ് രജീഷ വിജയൻ. തന്റെ കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ എന്നും വ്യത്യസ്തത പുലർത്തുന്ന രജീഷ ഇപ്പോൾ നേരിടുന്ന വിമർശനങ്ങളെ സധൈര്യം നേരിടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ രജീഷ പറഞ്ഞത് താൻ ഐറ്റം ഡാൻസുകൾ ചെയ്യില്ലെന്നായിരുന്നു. എന്നാൽ മസ്തിഷ്ക മരണം എന്ന ചിത്രത്തിൽ അത്തരം ഒരു നൃത്തരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ പഴയ വീഡിയോകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമായി. ഇതിനോട് രജീഷ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ആളുകളെ ഞാൻ കുറ്റം പറയില്ല. ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ മറ്റൊന്ന് പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് സ്വാഭാവികമാണ്. എനിക്കത് മനസ്സിലാക്കാനാകും. എന്നാൽ ഇതിന് പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. മനുഷ്യർ എപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. 10 വർഷം മുൻപുള്ള അതേ വ്യക്തി ആയിരിക്കില്ല 10 വർഷത്തിന് ശേഷം ഒരാൾ. തന്റെ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനും പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും താൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഡാൻസ് നമ്പർ ചെയ്യാൻ തന്നെ പ്രേരിപ്പിച്ചത് സംവിധായകൻ കൃഷാന്തിന്റെ കാഴ്ചപ്പാടാണ്. വെറും ഒരു ആഘോഷ നൃത്തത്തിനപ്പുറം സിനിമയുടെ കഥയുമായി ഈ രംഗത്തിന് വലിയ ബന്ധമുണ്ടെന്നും സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടുമെന്നും രജീഷ ഉറപ്പിച്ചു പറയുന്നു. സിനിമ എന്ന തൊഴിൽ മേഖലയിലെ അനിശ്ചിതത്വത്തെക്കുറിച്ച് രജീഷ വളരെ ഗൗരവത്തോടെയാണ് സംസാരിക്കുന്നത്. മറ്റേതൊരു ജോലി ചെയ്യുന്ന വ്യക്തിയെ പോലെ തനിക്കും നാളെ പണി ഉണ്ടാകുമോ എന്ന ഭയം അലട്ടാറുണ്ട്. പ്രത്യേകിച്ചും പാഷൻ കൂടി ചേരുമ്പോൾ ഈ ഭയം ഇരട്ടിയാകും. കാരണം അഭിനയമില്ലാതെ മറ്റൊരു ജോലി ചെയ്യാനോ അതിൽ സന്തോഷം കണ്ടെത്താനോ തനിക്ക് കഴിയില്ലെന്ന് അവർ തിരിച്ചറിയുന്നു. സിനിമ ഇല്ലാതാകുന്ന സാഹചര്യം ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ്. ഇടക്കാലത്ത് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള കഥകൾ കുറഞ്ഞപ്പോൾ താൻ വല്ലാതെ പേടിച്ചിരുന്നു. നല്ല സിനിമകൾ ചെയ്യുമ്പോഴേ ആ ഭയം മാറൂ. ലോക എന്ന സിനിമയുടെ വിജയം തനിക്ക് വ്യക്തിപരമായി വലിയ സന്തോഷം നൽകിയ ഒന്നായിരുന്നു. അത്തരം സിനിമകൾ മലയാളത്തിൽ വിജയിക്കുന്നത് വ്യത്യസ്തമായ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വഴി തുറക്കുമെന്നും രജീഷ വിശ്വസിക്കുന്നു. അഭിനേതാക്കൾ അവസരങ്ങൾക്കായി ഡെസ്പറേറ്റ് ആകുന്നത് അപകടകരമാണെന്നും രജീഷ ചൂണ്ടിക്കാട്ടുന്നു. മാനസികമായി ഡെസ്പറേറ്റ് ആകുമ്പോൾ നമ്മൾ തെറ്റായ സിനിമകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകും. ഈ അവസ്ഥ ഉണ്ടാകാൻ പ്രധാന കാരണം അൺറിയലിസ്റ്റിക് ആയ സാമ്പത്തിക ബാധ്യതകളാണെന്നും രജീഷ നിരീക്ഷിക്കും. എനിക്ക് താങ്ങാൻ പറ്റാത്ത EMI-കളോ വലിയ ലക്ഷ്യങ്ങളോ ഇല്ല. 10,000 രൂപയുടെ EMI എനിക്ക് താങ്ങാൻ പറ്റുമെങ്കിൽ ഞാൻ അത്രയും ബാധ്യത എടുക്കൂ. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആഡംബരങ്ങൾ വാരിക്കൂട്ടിയാൽ അതിനായി പണം കണ്ടെത്താൻ ഞാൻ മോശം സിനിമകൾ ചെയ്യേണ്ടി വരും. എനിക്ക് ആ ബാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നല്ല സിനിമകൾക്കായി കാത്തിരിക്കാൻ എനിക്ക് സാധിക്കുന്നു. താരപ്പകട്ടിനേക്കാൾ ഉപരിയായി മാനസിക സമാധാനത്തിനും നല്ല സിനിമകൾക്കും രജീഷ നൽകുന്ന മുൻഗണനയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഒരു നടി എന്ന നിലയിൽ വളരാൻ സ്വയം സൃഷ്ടിച്ച അതിർവരമ്പുകൾ മായ്ച്ചു കളയേണ്ടതുണ്ടെന്ന് രജീഷ കരുതുന്നു. ഒരു കാലത്ത് താൻ ശരിയല്ലെന്ന് കരുതിയ പല കാര്യങ്ങളും കലയുടെ ഭാഗമായി ചെയ്യേണ്ടി വരുമ്പോൾ അതിനെ ക്രിയാത്മകമായി കാണാനാണ് അവർ ശ്രമിക്കുന്നത്. മസ്തിഷ്ക മരണം എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനൊപ്പം ഇത്തരം വ്യത്യസ്തമായ പ്രകടനം കൂടി ഉൾപ്പെടുന്നത് തന്റെ കരിയറിലെ ഒരു വികസനമായാണ് അവർ കാണുന്നത്. രജീഷ വിജയന്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് ഒരു സ്വതന്ത്ര ചിന്താഗതിയുള്ള കലാകാരിയുടെ ദൃഢനിശ്ചയമാണ്. ആഡംബരങ്ങളോടുള്ള ഭ്രമം മാറ്റിവെച്ച് തന്റെ കലയോടുള്ള സ്നേഹം മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണെന്നും അവർക്കറിയാം. തന്റെ പ്രവൃത്തികൾക്ക് സിനിമയിലൂടെ തന്നെ ഉത്തരം നൽകാൻ കാത്തിരിക്കുകയാണ് രജീഷ.